ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞാനും മോനും കൂടെ കുറേ സമയം സിറ്റ് ഔട്ടിൽ നിന്നു. എന്നിട്ട് നമ്മുടെ ഗ്രില്ല് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുറന്നിട്ട് അവിടെ നിൽക്കുവാണ്. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്, ശിവരാത്രി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അടുക്കളയിൽ ചായ വയ്ക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി. പിന്നെ ടൈലിൻ്റെ പുറമെല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അടുക്കളയിൽ ഒന്ന് തൂത്തിട്ടു. കാരണം നമുക്ക് തറയിൽ ചവറും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല. കാരണം അത് മോനെടുത്ത് ഇങ്ങനെ വായിൽ വയ്ക്കുന്നുണ്ട്. അധികം അങ്ങനെ തറ എപ്പോഴും വൃത്തിയാക്കി ഇടാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൈലിൻ്റെ പുറം വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് തൂക്കുകയും കൂടെ ചെയ്തു. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഉള്ളിക്കറിയായിരുന്നു. അപ്പോൾ അത് ഉള്ളി ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പം ചുടുന്നുണ്ട്. പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി വഴറ്റിയതിന് ശേഷം പൊടിയും കാര്യങ്ങളും എല്ലാം ഇട്ടതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്പവും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോനെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചു. അപ്പോൾ അമ്മ പുറത്ത് അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഈ ഒരു അടുപ്പ് വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്താണ്, ലീവുള്ള ദിവസങ്ങളിലൊക്കെ പുറത്താണ് വയ്ക്കാറ്, ചോറും വെള്ളം തിളപ്പിക്കുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മീൻകറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മയാണ് മീൻകറി വയ്ക്കുന്നത്. മുളക് കറിയാണ് വയ്ക്കുന്നത്. മീൻകറി വെച്ച് കഴിഞ്ഞതിന് ശേഷവും അടുപ്പിൽ നല്ല കനലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മീൻ വറുക്കാനും കൂടെ പുറത്ത് തന്നെ വെച്ചു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ മുറ്റത്തൂടെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ മാവല്ല, അപ്പുറത്തെ വീട്ടിലെ മാവ് നമ്മുടെ ടെറസിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതിന് നിറയെ മാങ്ങയുണ്ട്, നിറയെ കൊഴിഞ്ഞ് തറയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നിറയെ മാങ്ങയുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് കൈയെത്തി പറിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് പറിച്ചിട്ട് നമുക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പറിക്കാൻ വേണ്ടി പോയതാണ് മേളിൽ. അപ്പോൾ നല്ല ഉറുമ്പുണ്ടതാണ് ഞാനിങ്ങനെ കൈ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാങ്ങ പറിക്കുമ്പോഴത്തേക്കും കയ്യിൽ നിറയെ ഉറുമ്പ് ഇങ്ങനെ പൊതിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എങ്ങനെയായാലും കുറച്ച് പറിച്ചു. പിന്നെ കൈ എത്താത്ത സ്ഥലത്തൊക്കെയുള്ളൊരു പൈപ്പിൻ്റെ ഒരു വെച്ചിട്ട് ഇങ്ങനെ പറിക്കാമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ മാങ്ങയാണ്. ഇനിയും വലുതാകുന്ന മാങ്ങയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അമ്പലത്തിലെ അനൗൺസ്മെൻറ്റ് വീണ്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്കുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഞാനങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ മുറ്റത്ത് കുറച്ച് മുളക്, മല്ലി, അരിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലാണ്. ഏകദേശം അത് ഉണങ്ങി കിടപ്പുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. നല്ല വെയിലുണ്ട്. ഇപ്പം ഏകദേശം ഒരു 12 മണി സമയമായിട്ടുണ്ട്. ഇപ്പം ഈ സമയത്തൊക്കെ മോൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണ്. കുറച്ച് മുറ്റം തൂക്കാനായിട്ടുണ്ടായിരുന്നു. ബാക്കി സൈഡിലൊക്കെ അധികം ചവറൊന്നുമില്ല. അപ്പം മണ്ണിൻ്റെ ഭാഗത്ത് കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൂത്ത് വൃത്തിയാക്കുവാണ്.
കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വൻപയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം വളർന്ന് ഇത്രയായിട്ടുണ്ട്. അത്യാവശ്യം പടരുന്ന രീതിയിലായി വരുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം റീപോർട്ട് ചെയ്തിട്ടുള്ള നന്ദിയാർവട്ടം അത് ഈ ഒരു സൈഡിലാണ് വച്ചിരുന്നത്. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അധികം ചെടികളും കൂടെ എടുത്ത് ആ ഒരു ഷെയ്ഡിലേക്ക് വെച്ചു. കാരണം മുറ്റത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ അവിടെ വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു 12:30 ആയ സമയത്ത് മോൻ ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ അന്നദാനമുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ അമ്പലമായി. അപ്പോൾ നമ്മൾ കുടയൊക്കെ പിടിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഏകദേശം അന്നദാനം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം സാമ്പാറും അവിയലും തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം രാവിലെ റിലയൻസിൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ ഞാനിനി അതെല്ലാം പറക്കി വയ്ച്ചുകൊണ്ടിരിക്കുവാണ്. പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ കുറച്ച് സമയം ഒന്ന് കിടന്നിട്ടൊക്കെ എഴുന്നേറ്റിട്ട് മുളകും മല്ലിയൊക്കെ വാരി വയ്ക്കുവാണ് ചെയ്തത്. പിന്നെ മുളകെല്ലാം വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് എൻ്റെ മുടിയാണെങ്കിൽ ട്രീറ്റഡ് ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് നനയുള്ള മുടിയിൽ സിറം അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ രാത്രിയായ സമയത്ത് ഞങ്ങൾ അമ്പലത്തിൽ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചിങ്ങ് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നതിന് ശേഷം രാത്രി പുട്ടും രാവിലത്തെ കറിയുമാണ്, ഉള്ളിക്കറിയുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ദോശയുണ്ടായിരുന്നു. ദോശയും മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് മോനൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഇരുന്ന് പഠിക്കാറുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ടാണ് കിടക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.